നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള നിയന്ത്രണം ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നതായി കുവൈറ്റ്. മാസങ്ങൾ നീണ്ട കർഫ്യൂവും ലോക്ക്ഡൌണും ഒഴിവാക്കി രാജ്യം സാധാരണഗതിയിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് വീണ്ടും കർഫ്യൂ ഏർപ്പെടുത്തിയത്. കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു നടപടി സ്വീകരിച്ചത്. നിയന്ത്രണം ശക്തമായിരുന്ന കാലത്തിന് സമാനമാണ് ഇപ്പോഴത്തെ നിലയെന്നും പ്രവാസികൾ പറയുന്നു. വൈകിട്ട് 5 മുതൽ രാവിലെ 5 വരെ ഉണ്ടായിരുന്ന കർഫ്യൂ കഴിഞ്ഞ ദിവസം തൊട്ട് വൈകിട്ട് 6 മുതൽ രാവിലെ 5 വരെയാക്കി മാറ്റിയിട്ടുമുണ്ട്. വ്യാപാര കേന്ദ്രങ്ങൾ വൈകുന്നേരത്തോടെ അടച്ചിടും. യാത്രാനുമതി പകൽ മാത്രമാകും. റെസ്റ്റോറന്റുകളിലും കഫേകളിലും ഡെലിവറി സംവിധാനം മാത്രമായി സജ്ജമാക്കിയിട്ടുമുണ്ട്. ജനജീവിതം ദുസ്സഹമായ അവസ്ഥയിലാണ് പോകുന്നതെന്നും കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കി. അതേസമയം പ്രവാസികൾക്ക് കുവൈറ്റിലേക്ക് തിരികെ പ്രവേശിക്കണമെങ്കിൽ തന്നെ കോവിഡ് പ്രതിരോധ വാക്സിൻ എടുത്തിരിക്കണമെന്ന നിബന്ധനയും വന്നേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടന്നു വരികയാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് അൽ ഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തു. വിദേശികൾക്ക് കുവൈറ്റിൽ പ്രവേശിക്കാൻ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാനാണ് പദ്ധതിയിടുന്നത്. രാജ്യത്ത് വാക്സിനേഷൻ ക്യാമ്പയിൻ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ പുറത്തുനിന്ന് എത്തുന്നവർക്ക് കൂടി വാക്സിൻ എടുത്തെങ്കിൽ മാത്രമേ ഒരു സമൂഹമെന്ന നിലയ്ക്കുള്ള പ്രതിരോധ ശേഷി കൈവരിക്കാനാകൂ എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിക്കുന്നത്. നേരത്തെ കോവിഡ് വാക്സിൻ എടുത്തവരെ ഹോട്ടൽ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. 2 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിൻ എടുക്കുകയും 2ാമത്തെ ഡോസ് എടുത്ത ശേഷം 2 ആഴ്ച പിന്നിടുകയും ചെയ്തവരെയും 1ാമത്തെ ഡോസ് വാക്സിൻ എടുത്ത് 5 ആഴ്ച പിന്നിട്ടവരെയും ഹോട്ടൽ ക്വാറന്റൈൻ നിബന്ധനയിൽ നിന്നും ഒഴിവാക്കുമായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട്. നിലവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കുവൈറ്റ്. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ഫെബ്രുവരി 7 പ്രഖ്യാപിച്ച നിരോധനം ഇതുവരെ നീക്കിയിട്ടുമില്ല. ഇന്ത്യ ഉൾപ്പെടെ ഒട്ടേറെ രാജ്യങ്ങൾക്കാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത്. നേരിട്ടെത്തുന്നതിന് പ്രവാസികൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.